പെൻഷൻ വാർത്തയുമായി ബന്ധപ്പെട്ട് പി കെ ശ്രീമതി ടീച്ചറോടുള്ള ആത്മാർത്ഥമായ ക്ഷമാപണമാണ് ഈ വാർത്ത. പെൻഷൻ വാർത്തയിലെ പി കെ ശ്രീമതി കുന്നംകുളത്തെ മുൻ MLA PR കൃഷ്ണന്റെ ഭാര്യയായ പി കെ ശ്രീമതി. തൃശൂർ പൂച്ചെട്ടിയിലെ റിട്ടയർഡ് അധ്യാപികയായിരുന്നു. 2020 മരിച്ചു. ഭർത്താവ് MLA ആയതിനാൽ പെൻഷൻ കൈപ്പറ്റിയിരുന്നു. തൃശൂരിലെ പി കെ ശ്രീമതിയുടെ മകൻ PK അജിത്ത് പെൻഷൻ വാർത്തയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതോടെ ഈ വിഷയത്തിലെ പാളിച്ചകൾ വ്യക്തമാക്കുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. CPM നേതാവ് പി കെ ശ്രീമതി തന്റെ അമ്മയായ പി കെ ശ്രീമതിയുടെ പെൻഷൻ വാങ്ങിയിട്ടില്ല എന്നും പേരിലെ സാമ്യം കൊണ്ട് ഉണ്ടാകുന്ന വിവാദമാണ് എന്നും അജിത് കുമാർ പറഞ്ഞു. CPM നേതാവ് പി കെ ശ്രീമതിക്ക് തന്റെ നിരുപാധിക പിന്തുണയുണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. കോൺഗ്രസിന്റെ മുൻ MLA ആയിരുന്നു PR കൃഷ്ണൻ. പി കെ ശ്രീമതിയുടെ മരണശേഷം 6 വർഷമായി ആരും പെൻഷൻ കൈപ്പറ്റുന്നുമില്ല. ആ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്തതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഉണ്ടായിരുന്നില്ല. ഇതുമായി ജനം TVയിൽ വന്ന വാർത്ത ആയിരുന്നു കർമ്മ ന്യൂസും വാർത്തയാക്കിയത്. ജനം TVയുടെ റിപ്പോർട്ടർ ശാലിനി ആയിരുന്നു അത് റിപ്പോർട്ട് ചെയ്തത്. ഒരു മുഖ്യധാരാ മാധ്യമവും സാറ്റലൈറ്റ് ചാനലുമായ ജനം TVയുടെ വാർത്ത ശരി എന്ന് കരുതിയാണ് ഈ വാർത്ത കർമ്മയിലും നൽകിയത്. കർമ്മ ന്യൂസ് രംഗത്ത് കൊണ്ടുവന്ന ഒരു വാർത്തയല്ല ഇത്. ഞങ്ങൾ കണ്ടെത്തിയ ഒരു വാർത്തയും ആയിരുന്നില്ല. ഒരിക്കലും ആ തെറ്റിനെ ന്യായീകരിക്കുകയോ കുറച്ചു കാണുകയോ അല്ല. പി കെ ശ്രീമതി ടീച്ചർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ നിർവ്യാജം ഖേദിക്കുന്നു. ആ വാർത്ത ഞങ്ങളുടെ സ്വന്തം വാർത്തയല്ല. പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിലെ വാർത്തകൾ ഞങ്ങളും എടുത്തുപയോഗിക്കാറുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ ആകുമ്പോൾ അതിന് വിശ്വാസ്യത ഏറെയാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ ഗുരുതര പിഴവുകൾ സംഭവിക്കാറില്ല എന്നത് തന്നെയാണ് വാസ്തവം. എന്നാൽ ഇക്കാര്യത്തിൽ ഒരേ പേരും ഇനിഷ്യലുമുള്ള 2 വ്യക്തികൾ എന്നതാണ് തെറ്റ് സംഭവിക്കാൻ കാരണമായത്. ഇത്തരത്തിലൊരു പിഴവ് പറ്റിയെന്ന് മനസ്സിലായപ്പോഴേ ഞങ്ങൾ ആദ്യ വാർത്തകൾ പിൻവലിക്കുകയും ശരിയായ വസ്തുതകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നതും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുകയാണ്. നിയമസഭയിലെ പെൻഷൻ വാങ്ങുന്നവരുടെ വിവരാവകാശ രേഖയിൽ പറയുന്ന വിവരങ്ങൾ ഞങ്ങൾക്കും ഒരു പാഠമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.